ഓണക്കൊടിയും സദ്യയും പൂക്കളുമായി തിരുവോണമെത്തുമ്പോൾ സ്വർണ്ണ വിപണിയിൽ വലിയ കളക്ഷനാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിൽപ്പന 10,000 കോടി കടക്കും എന്നുള്ള പ്രതീക്ഷയാണ് സ്വർണ്ണ വ്യാപാരികൾക്കുള്ളത്. ഈ ഉത്സവ ദിവസങ്ങളും അതോടൊപ്പം തന്നെ വിവാഹ സീസണും ഒരുമിച്ചെത്തുന്നതാണ് ഓണക്കാലത്ത് സ്വർണ്ണ വിപണിക്ക് തിളക്കമേറുകയും ചെയ്യുന്നത്. ചിങ്ങം പിറന്നതോടുകൂടി തന്നെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പ് തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ വിലക്കയറ്റം വിൽപ്പനയെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രമുഖ സ്വർണ്ണ വ്യാപാരികളടക്കം പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ഓണ സീസണിലെ വിൽപ്പനയെ മാറ്റി നിർത്തിയാൽ പോലും സ്വർണ്ണാഭരണങ്ങൾ വിറ്റുപോവുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കൂടിയ വിലയിൽ സ്വർണ്ണാഭരണം വാങ്ങിയാലും ഭാവിയിൽ മൂല്യം വീണ്ടും ഉയരുമെന്നുള്ള കാര്യം ഉപഭോക്താക്കൾ കണക്കാക്കപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വിൽപ്പന കാര്യമായി നടക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. മാത്രമല്ല, ഒരേ സമയം സമ്മാനവും നിക്ഷേപവുമായി കണക്കാക്കാവുന്ന സ്വർണ്ണാഭരണങ്ങൾക്കായി പണം മുടക്കാൻ സാധാരണക്കാർ മടിക്കുകയും ചെയ്യുന്നില്ല എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ വർഷം ഉത്രാടം നാളിൽ സംസ്ഥാനത്ത് 1 പവൻ സ്വർണ്ണാഭരണത്തിന് 78,360 രൂപയായിരുന്നു വിലയെങ്കിൽ ഇത്തവണ അത് 1,20,080 രൂപയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് 41,720 രൂപയുടെ വർധന മുൻ വർഷത്തേക്കാൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻ വർഷത്തെ വില അനുസരിച്ച് 10,000 കോടി രൂപയുടെ വിറ്റുവരവുണ്ടാകാൻ 12.76 ലക്ഷം രൂപ പവൻ്റെ വിൽപ്പനയെങ്കിലും നടക്കണമെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിലക്കയറ്റം കാരണം നിലവിലെ വിലയിൽ 83,278 പവനെങ്കിലും വിറ്റുപോയാൽ മതിയാകും. മാത്രമല്ല, അതിനാൽ ഈ മുൻ വർഷത്തേക്കാൾ വിറ്റുപോകുന്ന സ്വർണത്തിൻ്റെ അളവിൽ കുറവുണ്ടായേക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. വിലക്കയറ്റത്തിനനുസൃതമായി വാങ്ങുന്ന സ്വർണ്ണാഭരണങ്ങളുടെ അളവ് ഉപഭോക്താവ് കുറയ്ക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി തന്നെ സ്വർണ്ണ വ്യാപാരികൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്തത്. മാത്രമല്ല, 18 ക്യാരറ്റ് 9 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞെടുക്കുന്നവരുടെയും അതോടൊപ്പം തന്നെ പഴയത് നൽകി പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണത്തിലും ഉൾപ്പെടെ വർധനയുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ജെൻസി തലമുറയ്ക്ക് കൂടുതൽ പ്രിയം 18 ക്യാരറ്റ് സ്വർണ്ണത്തോടാണ് എന്നുള്ളതാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ഓണമെത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഓണസദ്യയ്ക്കും അതോടൊപ്പം തന്നെ പുത്തനുടുപ്പും അതോടൊപ്പം ഈ ഓണത്തിനായിട്ടുള്ള മറ്റു സാധനങ്ങളുമൊക്കെ വാങ്ങാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ വിവാഹ സീസണും അതോടൊപ്പം തന്നെ ഉത്സവ സീസണും കൂടി ഒരുമിച്ച് വന്നത് കാരണം സ്വർണ്ണ വിൽപ്പനയിൽ കാര്യമായിട്ടുള്ള കുതിപ്പുണ്ട് എന്നുള്ളതാണ് സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അങ്ങനെ 10,000 കോടി രൂപയുടെ വിൽപ്പനയെങ്കിലും ഇക്കുറി കടക്കുമെന്നുള്ള പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പത്മകുമാറിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.